ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളി, വിഷ്ടത്തിന് അഖീദയിൽ പഴവുണ്ടെങ്കിൽ പറഞ്ഞോളി. അതാണ് ഇവിടെ ആദ്യ പ്രഭാഷണത്തിൽ അലി മദനി, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ സംസാരത്തിലും അതിന് മുമ്പത്തെ സംസാരത്തിലും ഒന്നാമത്തെ സംസാരം മുതൽ ഇതുവരെയും അലി മദനി പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ അഖീദയിലെ പിഴവ് തന്നെയാണ്. അഖീദയിൽ തന്നെയാണ് പിഴവ്. ആ പിഴവാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നിങ്ങളതിന് വീണ്ടും ന്യായീകരിക്കാനും കോട്ടിമാട്ടാനും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും ശ്രമിച്ചുകൊണ്ട് ആ അഖീദയിലെ പിഴവുമായി നിങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കുള്ള പരിപാടി തരാം, ഓരോ സംസ്ഥാനത്തിലും പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ എടുത്തിടും. എന്തിനാ? ഈ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തെ മാറാൻ. നിങ്ങളുടെ അഖീദയിൽ പിഴവുണ്ട് എന്നുള്ള കാര്യവും ജിന്നുമായി ബന്ധപ്പെട്ടും സിഹറുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളും അത് ഇനിയും പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ തിരിച്ചു പറയുന്നതിലെ നിരർത്ഥകത ബോധ്യമായി ആളുകൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് കരുതിയപ്പോൾ എന്താ അറിയില്ല, കഴിഞ്ഞ സംസാരത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രസംഗത്തിൽ കാര്യമായി ആ മേഖലയിലേക്ക് വല്ലാതെ വന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തലോടി പോയിട്ടുള്ളൂ. അതാ പറഞ്ഞേ. അപ്പം അങ്ങനെ വിഷയം ഇങ്ങനെ മാറി മാറി കൊണ്ടുപോകാൻ ഇടയ്ക്ക് പലതും ഇറക്കിക്കൊണ്ടിരിക്കും. അതിന് ഭാഗമാണ് ഇപ്രാവശ്യം പല്ലിൻ്റെ ഹദീസ്, അതിന് ബന്ധപ്പെട്ടൊരു ഡോക്യുമെൻ്ററി, ഒരുപാട് കാര്യങ്ങൾ. അത് തലക്കാലം നമ്മളിപ്പോൾ ഒന്നും പറയില്ല, ഒറ്റ കാര്യമുള്ളൂ, പല്ലുകൾ എത്ര വർഗ്ഗമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ വസഖ് എന്നുള്ള ആ പദത്തിൻ്റെ ആ വിവക്ഷയിൽ തന്നെ എത്ര വർഗ്ഗമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ തൽക്കാലം. എന്നിട്ട് നമുക്ക് അതിനെ അടിക്കണോ കൊല്ലണോ, അങ്ങനെ കൊന്നാൽ ഒറ്റയടിക്ക് കൊന്നാൽ എത്ര കൂലി കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം എത്ര ഐറ്റം പല്ലുകളുണ്ട് അത് മാത്രം എന്ന് പറയാം. നിങ്ങൾ ഈ ഐറ്റം തിരിച്ച് പറഞ്ഞ ആൾക്കാരാണോ, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അമാനി മൗലവിയുടെ തഫ്സീറിന് വിരുദ്ധമായിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുന്നു, ചെയ്യുന്നു, എഴുതുന്നു. അങ്ങനത്തെ ഇപ്പോൾ പരിഭാഷകൾ, അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് അമാനി മൗലവിയുടെ അവിടുന്ന് ഒരു ഭാഗം ഇവിടുന്ന് വേറെ ഭാഗം വായിക്കും, ഒക്കെ സ്വാഭാവികമാണ്. ഞാനതൊന്നും പറയുന്നില്ല. എനിക്കതിലൊറ്റ കാര്യം പറയാനുള്ളൂ. 102-ാമത്തെ ആയത്ത്, 2-ാം അധ്യായം 102-ാമത്തെ ആയത്ത്. ആ ആയത്തിന് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ 6.5 പേജ് വിശദീകരണം കൊടുത്തണം. 6.5 പേജ്. ആ വിശദീകരണത്തിൽ വന്നിട്ടുള്ള പലതിനും വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ യോജിക്കാത്ത വിധത്തിലാണ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹത്തിൻ്റെ തഫ്സീർ എഴുതിയത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഒരുപാട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഞാൻ ഇനി പറയുന്നത്, അമാനി മൗലവി ആ വ്യാഖ്യാനം അവസാനിപ്പിക്കുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കുന്നത്. 6.5 പേജുള്ള വ്യാഖ്യാനം അവസാനിപ്പിക്കുന്ന പാരഗ്രാഫ്, ആ പാരഗ്രാഫിലെ ഒരു വാചകം എന്താണ്? ഈ ആയത്തിൽ ഏത് 102-ാമത്തെ ആയത്തിൽ വത്തബൗമാത്തത്തിൽ ഷയാത്തീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ, ഈ ആയത്തിൽ വ്യക്തവും ദൃഢവുമായി പ്രസ്താവിക്കപ്പെട്ട സാരങ്ങൾ ഒരു നീണ്ട കാലത്തിനു ശേഷം അവ്യക്തങ്ങളായ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നമുക്ക് മനസ്സിലായേക്കും. എന്താ പറഞ്ഞ്? 6.5 പേജ് എഴുതിയിട്ടും അവ്യക്തത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയും നീണ്ട കാലമെടുത്ത് അവ്യക്തങ്ങളായ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള സുവ്യക്തവും സുദൃഢവുമായിരിക്കുന്ന സാരാംശങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചേക്കും, അല്ലെങ്കിൽ മനസ്സിലായേക്കും. അമാനി മൗലവി എന്താ ചെയ്തത്? താൻ എഴുതിയിരിക്കുന്ന ആ വിശദീകരണത്തോടു കൂടി ഇനി ആരും ഇത് വിശദീകരിക്കാൻ പാടില്ല, ഇത് വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ചെയ്ത്. ഇവിടെ പൂർണ്ണമായിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു, ഇനി ഒന്നും പറയേണ്ടതില്ല എന്നാണോ? അല്ല. പിന്നെന്താ? ഇതിനെക്കുറിച്ച്, ഈ ആയത്തിനെക്കുറിച്ച് ഇനിയും പഠിക്കണം, ഇനിയും ചർച്ച ചെയ്യണം, ഇനിയും അതിന് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അവ്യക്തങ്ങളായിരിക്കുന്ന ഒന്നിനെയും ആശ്രയിക്കാതെ ഇതിൻ്റെ വ്യക്തമായ സുദൃഢമായ സാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അവസാന പാരഗ്രാഫിൽ ചേർത്തുകൊണ്ടാണ് അമാനി മൗലവി ആ വ്യാഖ്യാനം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും 10-25 കൊല്ലം, അല്ല 25 അല്ല, അതിലാറുണ്ടാവും കൊല്ലം കഴിഞ്ഞിട്ട് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ഇതേ ആയത്തിന് വ്യാഖ്യാനം നൽകിയപ്പോൾ അമാനി പറഞ്ഞിരിക്കുന്ന അതേ വിഷയം അതേപോലെ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പലയിടത്തും വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഞാൻ 1-2 ചെറിയ ഭാഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച തന്നെയാണ്, വീണ്ടും ഒന്നുകൂടി പറയാം. അതിലേക്ക് വരുന്ന മുമ്പ്, സിഹിർ അഥവാ മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നതും പഠിപ്പിക്കുന്നതും കുഫറാണെന്ന്, അഥവാ സത്യവിശ്വാസത്തിന് തീർത്തും വിരുദ്ധമാണെന്ന്
ഈ സൂക്തത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അത് മുഖേന മറഞ്ഞ വഴിയിലൂടെ ഉപദ്രവം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തോടെയോ അവകാശവാദത്തോടെയോ ആണല്ലോ അത് പ്രയോഗിക്കുന്നതും പഠിപ്പിക്കുന്നതും. സിഹിർ വഴി എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയും എങ്ങനെ വിശ്വസിക്കുന്നത്? മറഞ്ഞ വഴിയിലൂടെ. അതുകൊണ്ടാണ് അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ ചെയ്യുന്നതൊക്കെ എന്തായത് ശിർക്കും കുഫറുമൊക്കെ ആയി മാറിയത് എന്ന് ആര്? ചെറിയമുണ്ട്. തീർന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വെച്ച ഒരു ഭാഗം ഒന്നുകൂടി ആവർത്തിക്കാണ്. ഇതിൻ്റെ മൊത്തം ഈ വ്യാഖ്യാന ഭാഗം മൊത്തത്തിൽ വായിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ, സമയക്കുറവുണ്ട വായിക്കാത്തത്, ഒരുപാട് സ്ഥലങ്ങളിൽ അമാനി മൗലവി പറഞ്ഞതുമായി നേർക്ക് നേരെ എന്താ പറയുക ബന്ധപ്പെടാത്ത യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് ഞാൻ അന്നും വായിച്ചിരുന്നു. ഇതുവരെ വേണ്ടിയിട്ടില്ല. എന്താണ്? ജിന്നുകളും പിശാചുക്കളും മാരണക്കാരും അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ രോഗവും മരണവും ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പരേതാത്മാക്കൾ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് രോഗം മാറ്റാനും മരിച്ചവരെ ജീവിപ്പിക്കുവാനും സാധ്യതയില്ലേ എന്ന ചോദ്യം പോലെ തന്നെ പൈശാചികമായ ഒരു കുതന്ത്രം മാത്രമാകുന്നു. ഫൈസൽ മുസ്ലിയാരും അബ്ദുൽ മാലിക് സലഫിയൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പൈശാചികമായ കുതന്ത്രം. എന്താ ചോദ്യം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ശൈത്താന്മാരും പിശാചുക്കളും അതുപോലെ മന്ത്രവാദികളുമൊക്കെ മാരണക്കാരുമൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യൂലേ എന്ന ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. എന്ത്? അത് പൈശാചികമായ കുതന്ത്രമാണെന്നാണ്. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി. അത് അമാനി എഴുതിയുമായിട്ട് പൊരുത്തപ്പെടുമോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുപാട് കാര്യങ്ങളിലുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ മറ്റൊരിക്കൽ ഞാനത് പൂർണ്ണമായി വായിച്ചു തരാം. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് ചേർത്ത് വച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഈ പുസ്തകത്തിൽ നിന്ന്, ഈ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ കോട്ടിമാട്ടിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്തതുകൊണ്ടല്ല, സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമേ. ഇനി മറ്റൊന്നുള്ളത് ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ നേരത്തെ സംസാരിച്ചു. അത് ഞാൻ ഉന്നയിച്ചിരുന്ന ചോദ്യം ഇവർക്ക് തീരെ പറ്റിയിട്ടില്ല. എന്താ ചോദ്യം? ഞാൻ ചോദിച്ചത് ഒരു ചോദ്യമല്ല, 2-3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, കണ്ണേറ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഇന്നേരെ പറഞ്ഞു തന്നില്ല. കണ്ണേറ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുക? അഥവാ എന്താണ് സംഗതി? കണ്ണേറ് കണ്ണെടുത്ത് എറിയലാണോ? അതല്ല കണ്ണുകൊണ്ട് നോക്കലാണോ? അതല്ല മറ്റു വല്ലതുമാണോ? എന്താന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. 2, കണ്ണേറ് ഫലിക്കുമെന്നാണല്ലോ. ആ ഫലിക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളുണ്ടാവുന്നതാണ്. എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ടാവുക കണ്ണേറ് ഫലിച്ചിട്ട്? അത് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങളാണ് കണ്ണേറ് കൊണ്ട് ഉണ്ടാവുക എന്ന ചോദ്യം എപ്പോഴാണ് നിൽക്കുകയാണ്. 3, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ടായാൽ അത് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് കണ്ണേറുണ്ടായത് കൊണ്ടാണ് എന്നെങ്ങനെ മനസ്സിലാകും? ഇന്ന സംഗതി കണ്ണേറ് കൊണ്ടാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇല്ല, അവരോടില്ല. കൂടെ ഞാൻ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ആ ഉദാഹരണത്തെ പോലെ മൂപ്പരിങ്ങനെ ഒന്ന് ചാടാൻ നോക്കിയിട്ടുണ്ട്. എന്താ അറിയോ? എന്താ ഉദാഹരണം? ഞാൻ അത് വീണ്ടും ആവർത്തിക്കാനാണ്. ഈ 5 പേർക്ക് കൂടെ മാലിക് സലഫി ബൈക്കിൽ പോകുന്നു. ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്തു? അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നോക്കി, എന്തോന്ന് പറഞ്ഞു. അതോടുകൂടി മാലിക് സലഫി അപ്പുറത്ത് പോയി തട്ടിപ്പടഞ്ഞ് വീണു. അങ്ങനെ വീണാൽ ആ വീണത് ഫൈസൽ മുസ്ലിയാരുടെ കണ്ണേറ് കൊണ്ടാണോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ മനസ്സിലായാലല്ലേ ആദ്യം ഫൈസൽ മുസ്ലിയാരെയും മുസ്ലിയാരെ കുളിപ്പിക്കുക അല്ലേ? ആ കുളിപ്പിച്ച് വെള്ളം കിട്ടിയിട്ട് വേണ്ടേ മാലിക്കിനെ കുളിപ്പിക്കാൻ? ഇത് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചാണ്. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഇട്ടിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും മറുപടി ആവില്ല. അതുകൊണ്ട് പറയണം. ഇപ്പോൾ പറഞ്ഞെന്താരോ മൂപ്പര് എൻ്റെ കണ്ണേറ് ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ആഹാ, മൂപ്പര കണ്ണേറ് ആർക്കും പറ്റിയിട്ടില്ല. അതെങ്ങനെ നിങ്ങൾ പറയാ? കാരണം ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് കണ്ണേറ് കൊണ്ടാണോ അല്ലേ എന്ന് അറിയാൻ മാർഗമുണ്ടെങ്കിലല്ലേ ഇത് പറ്റുമല്ലെന്ന് അറിയുള്ളൂ. വൈബിയ വിഷയമല്ലേ? നിന്റെ കണ്ണ് ആർക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റും? എങ്ങനെ പറയും? ഇതുപോലെ തന്നെ മൂപ്പര് വേറെ പഠനം പറഞ്ഞു. എന്താ അറിയോ? ഞാൻ ചോദിച്ചിരുന്നു, അലിമദിനും ചോദിച്ചിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ രൂപത്തിലെ ജിന്ന് വന്നു,
ഇങ്ങോട്ട് സഹായം തേടി എങ്ങനെ പൈസ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, ഇവിടെ സംസാരിക്കാമെന്ന് ഫൈസൽ മുസ്ലിയാർ തന്നെയാണോ? എന്താ ഉറപ്പ്? മൂപ്പര് മറുപടി എന്താ അറിയോ? ഏയ്, ഇവിടെ വന്നത് ഒരിക്കലും ജിന്നല്ല, അത് ഫൈസൽ മുസ്ലിയാർ തന്നെയാണ്. കാരണം എന്താ? ജിന്നൊരിക്കലും തൗഹീദ് പറയാൻ വേണ്ടി വരൂല. ആ ആയിക്കോട്ടെ, ഏത് ജിന്നാ തൗഹീദ് പറയാൻ വരാതിരിക്കുക? കാഫിർ ജിന്ന് അല്ലേ? മുസ്ലിം ജിന്നുണ്ട് എന്നല്ല പറഞ്ഞത്. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഉണ്ട് എന്നല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ മുസ്ലിം ജിന്ന്, പിന്നെ മുസ്ലിം ജിന്ന് ഉണ്ടാവില്ലേ, ആ മുസ്ലിം ജിന്നാണോ അവിടെ വന്നത് എന്ന് പറയും. അതല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാരുടെ രൂപത്തിൽ ഏതെങ്കിലും ഒരു ജിന്ന് എവിടെയെങ്കിലും കളവ് നടത്തിയിട്ടുണ്ടോ? ജിന്ന് അങ്ങനത്തെ കാര്യം ചെയ്യുന്നതല്ലേ, അവർ പറഞ്ഞല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ കളവ് നടത്തിയിട്ടുണ്ടോ? കള്ളുടിക്കാൻ പോയിട്ടുണ്ടോ? വല്ല തോന്നിയാസം ചെയ്യാൻ പോയിട്ടുണ്ടോ? അങ്ങനെ ഫൈസൽ മുസ്ലിയാരുടെ അതേ രൂപത്തിൽ ഒരാളെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടാൽ അയാൾ പറയും പോലീസ് സ്റ്റേഷനിൽ, ഏയ് ഇത് ഞാനല്ല, അഥവാ ഞാൻ ഫൈസലല്ല, ഞാൻ ഫൈസലല്ല, പിന്നാരാ, ഞാൻ ജിന്നാണ് എന്ന് പറയോ? അങ്ങനെ എന്തെങ്കിലും സംഗതി നിങ്ങൾ അതിലേക്ക് ചേർത്ത് പറയണം എന്നാണ് ഞാൻ അവിടെ ചോദിച്ചത്. ആ ചോദ്യത്തിനൊന്നും ഒരു മറുപടിയും ഇല്ല. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ ചേർത്ത് പറയേണ്ടെന്നറിയോ? ഞാൻ ഈ വിഷ്ടത്തിൻ്റെ പേരും ലോഗോയും ഒക്കെ പറഞ്ഞു തന്നു. ഞാനും മാത്രമല്ല, മൻസൂർ അലിയും അത് കാര്യമായിട്ട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്താണോ? അത് അൽ ഹിക്മ എന്നുള്ള പേര് ഖുർആനിൽ എത്ര സ്ഥലം പറഞ്ഞു? 7 സ്ഥലം അല്ലേ, അങ്ങനത്തെ പറഞ്ഞു. അത്രയും സ്ഥലത്തെല്ലാം ഉണ്ട്, അതിന് എടുത്തിട്ടാണ്. അപ്പം നമ്മൾ ചോദിച്ചത് ലോഗോ അവിടെ നട്ടിയെന്ന്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണോ എന്നാണ്. വലിയ വിഷയമൊന്നുമല്ല, ഞങ്ങളും വിഷയാക്കൂല. നിങ്ങൾ ഒരു ജൂത സംഘടനയുടെ പേരും ലോഗോയും സ്വീകരിച്ചാലും ഞങ്ങൾ ഒരുപക്ഷെ വിഷയമാക്കില്ലായിരുന്നു. പക്ഷേ ഇതെന്തിൻ്റെ ഭാഗ? നിങ്ങളുടെ പ്രചരിപ്പിക്കുന്ന ആശയത്തിന്റെ അഡ്രസ് എവിടെയാ? ഖുർആൻ പറഞ്ഞില്ലേ, അലന്തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്തിൽ അഥവാ സിഹിറിലും താഗൂത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അല്ലേ? ആരാണവർ? ജൂതരും അതുപോലെ വേദക്കാർ എന്ന് പറയുന്ന ടീം. അവരെയാണ് അള്ളാഹു ശപിച്ചത്. ആ ജൂതന്മാരുടെ വിശ്വാസമാണ് സിഹിറുള്ള വിശ്വാസം. ആ ജൂതന്മാരുടെ വിശ്വാസമാണ് സിഹിറിലുള്ള വിശ്വാസം. എന്നിരിക്കെ അതുപോലെ അതിൻ്റെ അനുബന്ധമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ആ രൂപത്തിലേക്കല്ലേ? അതിൻ്റെ അനുബന്ധമായിട്ടാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ ലോഗോയും ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഖുർആനിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ലോഗോ ന്യായീകരിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ പരിഹരിച്ചേ മതിയാവൂ. അത്ര തന്നെ എനിക്കതിൽ പറയാനുള്ളത്. ഇനി ജാബിർ റഹ്മാനി ഹദീസിൻ്റെ പ്രാധാന്യം പറഞ്ഞത് അതെന്താണ്? ഒരു മനസാക്ഷി കുത്തുകൊണ്ട്, കുറ്റബോധം കൊണ്ട് പറഞ്ഞാണെന്ന്. ചങ്ങായിമാരെ, ഹദീസിൻ്റെ പ്രാധാന്യം അത് 2ാം പ്രമാണമാണ് എന്നുള്ള കാര്യമൊക്കെ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് മുസ്ലിം സമൂഹം മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിന് വ്യത്യസ്തമായ യാഥാസ്ഥികരൊക്കെ വഴിമാറി ചിന്തിച്ചപ്പോൾ കേരളക്കരയിലും ശക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഹദീസ് ഒരു പ്രമാണമേ അല്ല എന്ന വാദഗതി വന്നപ്പോഴോ അതിനെതിരിലും ഏറ്റവും ശക്തമായി പ്രതികരിച്ചവരാണ് മുജാഹിദ് പണ്ഡിതന്മാരെല്ലാവരും, പ്രത്യേകിച്ച് മർക്കസ്തവ വിഭാഗവും. അങ്ങനെ ചേകനൂരികളോടും അതുമായി ബന്ധപ്പെട്ട ആളുകളോടും സംവദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ജാബിർ റഹ്മാനി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത്. കേട്ടോ, അത് കുറ്റബോധം കൊണ്ട് പറഞ്ഞാണ്. ഇയാളെ കണ്ടതല്ല. എന്നിട്ട് മൂപ്പർ എന്ത് ചെയ്തു? ആ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയാൻ നോക്കി. ഏത്? ജാബിർ റഹ്മാനി ഓതി വെച്ച ആയത്തുകളും അതിലേക്ക് ചേർത്ത് വെച്ചില്ല ഹദീസുകളൊക്കെ ഏതാണ്ട് അതൊക്കെ തന്നെ ഒന്നുകൂടി മൂപ്പരെന്ന് ആവർത്തിച്ചു കുറച്ചേരം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് കാര്യം പറയുന്നുണ്ട്. ആ കാര്യം നമുക്കൊന്ന് കേട്ടോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ. അത്തിഉല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കണം. വഅത്തിഉർ റസൂൽ, റസൂലിനെയും അനുസരിക്കണം. റസൂൽ എന്ത് പഠിപ്പിച്ചാലും റസൂൽ എന്ത് കൊണ്ടുവന്നാലും അതെല്ലാം അനുസരിക്കൽ ബാധ്യതയാണ്. വഉലിൽ അംരി മിൻകും, കൈകാര്യകർത്താക്കളെയും അനുസരിക്കണേ.
അവിടെ വഅതീഉ എന്ന് പറഞ്ഞില്ല, വഉലിൽ അംരി മിൻകും എന്നേ പറഞ്ഞുള്ളൂ. അഥവാ കൈകാര്യകർത്താക്കൾ അനുസരിക്കുന്ന നിരുപാധികമല്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതോട് യോജിച്ചത് കൈകാര്യകർത്താക്കൾ പറഞ്ഞാൽ സ്വീകരിക്കാം. അതിനെതിരായി കൈകാര്യകർത്താക്കൾ പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. എന്നിട്ടോ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, വല്ല വിഷയത്തിലും വീക്ഷണ വ്യത്യാസമുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവൻ്റെ പ്രവാചകരെ അനുസരിക്കണം, നിങ്ങൾ നല്ല കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. എന്നാൽ കൈകാര്യകർത്താക്കളെ പറയുമ്പോൾ വഅത്തിഉ എന്ന് പ്രത്യേകം പറഞ്ഞില്ല. അതിൻ്റെ കാരണം മൂപ്പരെന്നെ പറഞ്ഞു. എന്താണ്? അവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പ്രവാചകചര്യയുമായി അല്ലെങ്കിൽ ഖുർആനുമായി യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആരാണ് ഈ കൈകാര്യകർത്താക്കളെ? നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പണ്ഡിതന്മാരും അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്, പുറത്തുനാരല്ല. നമ്മുടെ വിശ്വാസികളുടെ കൈകാര്യകർത്താക്കൾ, അതാ പറഞ്ഞു ഉലുൽ അംർ. ആ കൈകാര്യകർത്താക്കൾ അഥവാ നേതാക്കന്മാർ അവരൊരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കണം. എന്ത് വേണം? അത് ഖുർആനുമായിട്ടും പ്രവാചകചര്യയുമായിട്ടും പൊരുത്തപ്പെടണം. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത്? നിങ്ങൾ ഈ പണ്ഡിതാഭിപ്രായങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയണം. പണ്ഡിതാഭിപ്രായങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ച് വരുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞു ഒപ്പിച്ച് വരുമ്പോഴും പിന്നെയും പഴുതി വീഴാൻ അങ്ങോട്ട് തന്നെ. നമ്മളെന്താ പറഞ്ഞാലോ, നമ്മൾ ഏതെങ്കിലും ഒരു മുൻകാല പണ്ഡിതനങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അയാളത്തിൻ്റെ കുഴപ്പമുണ്ട്, ഇന്ന തകരാറുണ്ടെന്ന് പണ്ടില്ല, അങ്ങനെ പറയാറില്ല. പിന്നെ പൊതുവിൽ പ്രവാചകരുടെ ശേഷം അഥവാ വഹയി നിരച്ച ശേഷം ഇസ്ലാമിൻ്റെ പേര് സംസാരിക്കുന്ന ആരും എഴുതുന്ന ആരും അവർ എത്ര വലിയ മഹാന്മാരും പണ്ഡിതന്മാരൊക്കെ ആണെങ്കിലും വഹയി ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി അബദ്ധങ്ങളും പോരായ്മകളും സംഭവിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് പരിശോധിച്ച് വേണം സ്വീകരിക്കാൻ എന്നാണ് പറയാറുള്ളത്. അത് മൊത്തത്തിലാണ് പറയാം. പക്ഷേ ഇവര് അത് നേർക്ക് നേരെ തന്നെ പറയുന്നു. എന്താ നേർക്ക് നേരെ പറഞ്ഞു തരുമോ? ഇനി മാത്രമല്ല, അമാനി പരിഭാഷ നോക്കി എത്ര ദഈഫ് ഹദീസുണ്ട്, സ്ഥിരപ്പെടാത്ത ഹദീസില്ലേ, സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഹദീസില്ലേ. യാസീൻ സൂറത്തിന്റെ തുടക്കത്തിൽ കാണാം യാസീൻ ഖൽബുൽ ഖുർആൻ. എല്ലാത്തിനും കൽബുണ്ട്. ഖുർആന്റെ കൽബ് യാസീനാണ്. സൂഫികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഹദീസാണ്. അമാനി മൊഴി കൊടുത്തതില്ലേ? അത് സിയാംസ കടത്തി കൂട്ടില്ല. എന്താ പറഞ്ഞത്? അമാനി മൗലിയുടെ തഫ്സീറിൽ ഒരുപാട് ലഈഫായ ഹദീസ് ഉണ്ട്. ഞങ്ങൾ തരവേണ്ടില്ല. ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഏത് മഹാന്മാരായ പണ്ഡിതന്മാരോ ഒക്കെ ആണെങ്കിലും സ്വാഭാവികമായി നോട്ടപ്പശകുണ്ടാവും, അബദ്ധങ്ങൾ സംഭവിക്കാം, പോരായ്മകൾ ഉണ്ടാവാം. അത് നമ്മൾ വകച്ചു കൊടുത്താൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അന്ധമായി ആരെയും അംഗീകരിക്കണ്ട, അനുസരിക്കണ്ട. ഒരു പണ്ഡിതനാണ് എന്നുകൊണ്ട് മാത്രം എഴുതി വച്ചിരിക്കുന്ന എല്ലാം വള്ളി പുള്ളി വിടാതെ സ്വീകരിക്കേണ്ടതില്ല. ഇത്ര നമ്മൾ വേണ്ടല്ലോ. ഇപ്പൊ ഇവരെത്തി ഇവർ പറഞ്ഞെന്താ അറിയോ? അമാനി മൗലിയുടെ തഫ്സീറിൽ എത്ര ലഈഫായ ഹദീസുകളാണുള്ളത്. ഇങ്ങോട്ട് തെളിവും പറഞ്ഞു. എന്താ? യാസീനു ഖൽബുൽ ഖുർആൻ, യാസീന് ഖുർആന്റെ ഹൃദയമാണ് എന്ന സൂഫികളുടെ അഥവാ ലഈഫായിരിക്കുന്ന ഹദീസ് അമാനി മൗലി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമാണ് അത്, ഉദാഹരണമാണ്. അപ്പം ഇനി കുറേ ഉണ്ടാവുന്നതാണ്. ഇങ്ങോട്ട് ചോദ്യം, അത് സി ഹംസ കടത്തിക്കൂട്ടിയതാണോ എന്ന്? അത് സി ഹംസ കടത്തിക്കൂട്ടിയല്ല, ആയിക്കോട്ടെ. പക്ഷേ വിഷയം എന്താ ചോദിക്കാൻ കാരണം എന്താ? ഇവിടെ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, അത് അമാനി മൗലവി എഴുതിയ പുസ്തകം നമ്മുടെ എല്ലാവരും കണ്ടില്ല. പക്ഷെ എന്താ വിഷയം? ആ പുസ്തകത്തിൽ കൈകടത്തം നടന്നിട്ടുണ്ട്. കൈകടത്തം നടന്നിട്ടുണ്ട്. ആരാ നടത്തിയത്? ഒരു ഷിയ വിശ്വാസക്കാരൻ, സി ഹംസ. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇതുവരെ പറഞ്ഞു കൊടുത്തത്. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. എന്താ പറയാൻ കാരണം? ഇവരുടെ ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക ജീവിതത്തിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പറയാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് മുഴുവനും പൂർണ്ണമായും അമാനി മൗലവിയുടേതുമാണ്, പറയാൻ നിർവാഹമല്ല. അതിൽ സി ഹംസയുടെ കൈ കടത്തലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം അമാനി പറഞ്ഞാണെന്ന് ഉറപ്പില്ല. അതിന് നമ്മളെ അത്ര വേണ്ടുള്ളൂ. അപ്പോൾ ഇവർക്കത് എന്തായാലും റെഡിയാക്കിയേ പറ്റുള്ളൂ. അവസാനം ജാബിർ റഹ്മാൻ എന്ത് ചെയ്തു? ആ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഹദീസാണെന്നൊന്നും പറയാതെ എന്താണെന്നും പറയാതെ ഒരു സെൻറ്റൻസ് വായിച്ച് കേൾപ്പിച്ചു. ഇങ്ങോട്ട് പറഞ്ഞു ഇത് എന്താണ് എവിടെ ഉള്ളതെന്ന് പറയണം. ഉടനെ തന്നെ
ഫൈസൽ മുസ്ലിയാർ എന്ത് പറഞ്ഞു? അത് ഷിയാക്കളുടെ വിശ്വാസമാണ്, ഷിയാക്കളുടെ ഹദീസാണ്, അത് തള്ളിക്കളയേണ്ടതാണ്, അതൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല, അതിലെ അഖില് എന്നൊരു പദമുള്ളത് കൊണ്ട് നിങ്ങളെ ചാടിക്കയറിയതാണ്. ചെങ്ങായിമാരെ, ഇങ്ങക്ക് ചാടിക്കയറാൻ വേണ്ടി കോണി വെച്ചെന്നാണ് ജാബിറമാനി, ഇങ്ങക്ക് കയറാനേ ഒരു ഏണി വെച്ചെന്നാണ്, അല്ലാത്ത നിങ്ങൾ കയറും നമുക്കറിയാന്നാലും. മനസ്സിലായോ? എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ ജാബിറമാൻ എന്ത് ചെയ്തു? എങ്കിൽ ആ ഷിയ വിശ്വാസമുള്ള ആ ഷിയ പ്രസ്താവന, അല്ലെങ്കിൽ ആ ഷിയാക്കളുടെ ആ സംഗതി, ഹദീസ് എന്ന് പറയുന്ന ഈ ലൈഫായിരിക്കുന്ന മൗദൂആയിരിക്കുന്ന സംഗതി, അത് എഴുതി വച്ചിരിക്കുന്നത് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലാണ്. ഈ ഷിയ വിശ്വാസം അമാനി മൗലവി എഴുതിയത് തന്നെയാണോ, അതല്ല സി ഹംസ കടത്തിക്കൂട്ടിയതാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി കണ്ട ന്യായങ്ങളാണ്. ആ ന്യായങ്ങൾ ഭയങ്കര സംഭവമാണ്. എന്തൊക്കെ ന്യായങ്ങൾ? ഒന്ന്, അതും അമാനി മൗലവി എഴുതി തന്നെയാണ്. എന്താ കാരണം? അമാനി മൗലവിയുടെ പുസ്തകങ്ങളിൽ, അപ്പോൾ പറഞ്ഞു പുസ്തകങ്ങളിൽ തഫ്സീറിലടക്കം ചില സംഗതികളൊക്കെ അത്ര ധാരണയില്ലാതെ എഴുതിയിട്ടുണ്ട്. ഇയാൾ ചോദ്യം ചോദിക്കണ്ട് നേരത്തെ, മറ്റേ ആൾ ആര്? മാലിക് സലഫി. പൂർവ്വകാല പണ്ഡിതന്മാരെക്കാൾ ബുദ്ധി നിങ്ങൾക്കാണോ? പൂർവ്വകാല പണ്ഡിതന്മാരെക്കാളും ബുദ്ധിയുള്ള നിങ്ങൾക്കാണോ? ഇവിടെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അമാനി മൗലവിയെക്കാളും ധാരണയും ബോധവും ബുദ്ധിയും ഫൈസൽ മുസ്ലിയാർക്കാണോ? കാരണം എന്താ? ജാബിറമാനി ആ സെന്റൻസ് എവിടെയാണ് എന്താണെന്നൊന്നും പറയാതെ അത് വായിച്ച് കൽപ്പിച്ചപ്പോഴേക്ക് അത് ഷിയാക്കളുടേതാണ്, അത് ലൈഫാണ്, സ്വഹീഹല്ല എന്ന് ആർക്ക് മനസ്സിലായി? ഫൈസൽ മുസ്ലിയാർക്ക് മനസ്സിലായി. അയാൾ പറയും ചെയ്തു. ബഹുമാനി പണ്ഡിതനായിരിക്കുന്ന അമാനി മൗലവിക്കോ ഇത് കണ്ടിട്ട്, ഇത് നോക്കിയിട്ട് ഇത് ഷിയാക്കളുടേതാണ് എന്ന് മനസ്സിലായില്ല. അങ്ങനെ ധാരണ ഇല്ലാതെ കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ മുന്നും പറയട്ടെ, ആ ഗ്രന്ഥത്തിലുള്ള മറ്റു പലതും അങ്ങനെ ധാരണ കൊടുത്താവൂലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പിന്നെ പറഞ്ഞാൽ അറിയോ, അത് നൂറുലക്കീലുണ്ട്, അതിന് എടുത്തു കൊടുത്താണ്. അപ്പോഴും ഒരു തല്ല് ഇവിടെ ചെണ്ടക്കുണ്ട്. എന്താ? സലാം സുലമിയും നൂറുലക്കീൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട്, അതിലും ആ ലൈഫ് ഹദീസ് ഉണ്ട്. സലാം സുലമി എന്ത് ചെയ്തു? മൂല ഗ്രന്ഥകർത്താവിനോട് നീതി പാലിച്ചു, അത്രയേ ഉള്ളൂ. നൂറുലക്കീൻ്റെ പരിഭാഷ എഴുതുമ്പോൾ അതിലുള്ള സംഗതിയൊക്കെ അവിടെ എഴുതിച്ചു, പരിഭാഷപ്പെടുത്തി, അത്രയേ ഉള്ളൂ. എന്നാൽ അതുപോലെയാണ് ഈ ഗ്രന്ഥത്തിൽ വന്നത് എന്ന് പറയാൻ പറ്റുമോ? ആണെങ്കിൽ ഞാൻ കൊണ്ട് പറയുന്നു, അമാനി മൗലവിയുടെ ഈ ഇസ്ലാമിക ജീവിതത്തിൽ ഇത് സി ഹംസ കടത്തിക്കൂട്ടിയതല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വേറെ ഉണ്ടായിക്കൂടെ? വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടെ? അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ ഒരു പരിശോധനയ്ക്ക് വിധേയാക്കണ്ടേ? മാത്രമല്ല, ഇനി നിങ്ങൾക്ക് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് എന്തെങ്കിലും സംഗതി പരിശോധന വിധേയമാക്കാതെ എടുക്കാനും സ്വീകരിക്കാനും പറ്റുമോ? കാരണം ആ തഫ്സീറിൽ എത്ര ലൈഫായിരിക്കുന്ന ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പടച്ചോനെ, ഇതെങ്ങനെ ഈ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്ന ഈ വാദം കണ്ടല്ലോ, ഇത് ഇപ്പുറത്തെ സ്റ്റേജുമെന്നാണ് ആരെങ്കിലും ഒരാൾ അബദ്ധവശാലെങ്കിലും പറഞ്ഞെങ്കിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു കൂടും. ഹദീസ് നിഷേധത്തിൻ്റെ, ഖുർആൻ നിഷേധത്തിൻ്റെ പെരുമ്പറ കൊട്ടും. അപ്പുറത്താണെങ്കിലോ ഒരു പ്രശ്നമില്ല. ഏതുപോലെ നേരത്തെ മൻസൂറിൽ വായിച്ചല്ലോ, ഏത് ഹജറുൽ അസ്വദ് അതൊരു വെറും കല്ലാണെന്ന് അൽമനാറിൽ 40 കൊല്ലം മുമ്പ് എഴുതിയതാരാ? ഇവരുടെ ആചാര്യനെന്ന് ഇവർ തന്നെ പറയുന്ന സാക്ഷാൽ കരിവള്ളി മുഹമ്മദ് മൗലവി. 40 കൊല്ലം മുമ്പ് അൽമനാറിലൂടെ, അത് അബ്ദുസ്സലാം മൗലവിയുടെയും PK മൂസാമലിയുടെയും ഒക്കെ അറിവോടെ, സമ്മതത്തോടെ അൽമനാറിൽ എഴുതിയത് ഹജറുൽ അസ്വദ് സാധാരണ ഒരു വെറും കല്ല്, അങ്ങനെ ഒരു വെറും കല്ല്. ആ പദം അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നക ഹജറെന്ന് പറഞ്ഞാൽ കൊടുത്ത അർത്ഥതാണ്, നീ ഒരു വെറും കല്ലാണ്. അങ്ങനെ 40 കൊല്ലം മുമ്പ് എഴുതിയിരിക്കുന്ന കരുവള്ളി ഹദീസ് നിഷേധിയല്ല. അതേസമയത്ത് ഇപ്പൊ ഷബാബിൽ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്നിരിക്കുന്ന ഒരു ലേഖനത്തിലെ ഒരു പരാമർശം ഹദീസ് നിഷേധത്തിന്റെ വലിയ സംഭവമായി മാറി. ഇനി അടുത്ത പ്രസംഗത്തിൽ ഇത് ഒരു കോട്ടി മാടൽ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിച്ചോളി, അല്ലെങ്കിൽ ഒരക്ഷരം ഉണ്ടാതെ പോകും. അതേ അവസ്ഥയാണ്.
അപ്പം നമ്മൾ എത്ര പറഞ്ഞുള്ളൂ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷേ മനുഷ്യർ എന്ന നിലക്കുള്ള ആ പരിഗണന കൊടുത്താൽ ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള അബദ്ധങ്ങൾ വരുന്നതിന് ഉദാഹരണമായി ജാബിർ റഹ്മാനി കഴിഞ്ഞ സംസാരത്തിൽ തഫ്സീറുൽ മഹല്ലി എന്ന ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. മഹല്ലി അല്ല, ജലാലൈനിയാണ്. ഇനി ജലാലൈനിയിൽ ആ പരാമർശം ഇല്ലെങ്കിൽ, അത് ഉള്ളൊരു പരാമർശം ഉണ്ടല്ലോ, ഏതായാലും ഫൈസൽ മുസ്ലിയാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സമസ്തക്കാരുമായി എത്രയോ കാലമായി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ എടുത്തു പറയുന്ന കാര്യമാണെന്ത്, ഭൂമി കാളക്കൊമ്പത്താണ് എന്ന് പറയുന്ന ആ പരാമർശമുള്ള തഫ്സീർ. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ പറഞ്ഞ് തെറ്റണ്ട. നിങ്ങൾ പറഞ്ഞോളി, ഉണ്ടോ ഞാൻ പറഞ്ഞാൽ മതി. ഏതെങ്കിലും തഫ്സീറുകളിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ. അടുത്ത കൂടെയാണ് ഒന്നാണ്ടം കൂടി തരാം. ഏതായാലും പരിശോധിക്കല്ലേ, നിങ്ങൾ ഇന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഏൽപ്പിച്ചാൽ ഒരു പരിശോധിച്ചോളും. ഡയറക്ടറൊക്കെ ഉള്ള, അപ്പോൾ അവിടെ മക്കൾ പറഞ്ഞാൽ കേൾക്കും, ഓല് പരിശോധിച്ചോളും. എന്താ പരിശോധിക്കേണ്ടത്? ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടല്ലോ അല്ലേ? ആ ചർച്ചകൾക്കിടയിൽ ബിൽക്കീസ് രാജ്ഞി വരുന്നുണ്ട്. വരുമ്പോൾ ഒരു ജലാശയത്തിൻ്റെ അടുത്തുകൂടെ വരുന്നത്. അപ്പോൾ ബിൽക്കീസ് രാജ്ഞി എന്ത് ചെയ്തു? ഇത് വെള്ളമാണെന്ന് കരുതിയിട്ട് തൻ്റെ ഉടുമുണ്ടൊന്നിങ്ങനെ പൊക്കി, ലേശം പൊക്കി. അപ്പോൾ സുലൈമാൻ നബി ഇപ്പുറത്തിരിക്കുന്നുണ്ട്. മൂപ്പര് പറഞ്ഞു, ഉടുമുണ്ട് പൊക്കൊന്നും വേണ്ട, അതിൻ്റെ മുകളിലൂടെ നല്ല ഗ്ലാസ്, നല്ല എന്തായാലും പറയാം, അതുകൊണ്ട് ഒരു പാലം കെട്ടിയിട്ടുണ്ട്, അതിമേൽ ഇങ്ങനെ ചവിട്ടിയിട്ട് പോരാ പറഞ്ഞു. അങ്ങനെ ബിൽക്കീസ് രാജ്ഞി എന്ത് ചെയ്തു? ആ പൊക്കിയ തുണി താഴ്ത്തിയിട്ടിട്ട് സാധാരണ പോലെ നടന്നിങ്ങനെ പോന്നു. ഇത് ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തഫ്സീറുകളിൽ സുലൈമാൻ നബിയുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുന്ന എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇത് സുലൈമാൻ നബി ഒരു കുതന്ത്രം ചെയ്തതാണ് എന്നും. എന്താ കുതന്ത്രം ചെയ്യാൻ കാരണം? ബിൽക്കീസ് രാജ്ഞി എന്തോ ഭയങ്കര സുന്ദരിയാന്നൊക്കെ ഒരു കേട്ടുന്നുണ്ട്. ആ കേട്ടപ്പോൾ ബിൽക്കീസ് രാജ്ഞിയെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മുപ്പത്തേരെ കാല് കഴുതക്കാല് പോലെയാണ് ആരോ പറഞ്ഞത്. മുപ്പത്തേരെ കാല് കഴുതക്കാല് പോലെ ആരോ എഴുതുന്ന കേട്ടാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്താനാണ് ഈ കുതന്ത്രം ചെയ്തത്. എന്നാ കുതന്ത്രം? വെള്ളത്തിൻ്റെ മുകളിൽ ഗ്ലാസ് കൊണ്ട് പാലം കെട്ടുക. അപ്പോൾ കാണൂല. അപ്പം എന്ത് ചെയ്യും? ബിൽക്കീസ് രാജ്ഞി സ്വാഭാവികമായിട്ടും ഇത് വെള്ളം കരുതിയിട്ട് ഇതിങ്ങനെ ഈ തുണിയുടെ പൊക്കുമ്പോൾ കാല് കാണാ. അങ്ങനെ കണ്ടപ്പോൾ സുലൈമാൻ നബിക്ക് മനസ്സിലായി എന്ത്? അത് കഴുതക്കാലൊന്നുമല്ല, പക്ഷെ കാലുമേൽ കുറച്ച് രോമുണ്ട്. അതിന് സുലൈമാൻ നബി കൂടുതൽ ജിന്നുകളെ ഏർപ്പാടാക്കി ഒരു 100 ചികിത്സ നടത്താൻ, ചുണ്ണാമ്പ് ചികിത്സ. ഇങ്ങനൊരു സംഗതി, ഒരു വിഷയം ഏതെങ്കിലും തഫ്സീറുകൾ ഉണ്ടോ ഇല്ലേ പറഞ്ഞാൽ മതി. അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, വലക്കത് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ എന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ, അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ എന്താണ്? സുലൈഖ യൂസുഫ് നബിയെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ഹമ്മ ബിഹ എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷേ അതിന് ബാക്കി കൂടി ഓതുമ്പോഴേ പൂർത്തിയാവുള്ളൂ. ഇരിക്കട്ടെ. അവിടെ യൂസുഫ് നബി തിരിച്ചും അങ്ങനെ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അതിലെ വാചകങ്ങളൊന്നും ഒരു സദസ്സിലും വായിക്കാൻ പറ്റൂല. ഇത് ഈ പരപ്പനങ്ങാടിൽ പണ്ട് മൊയിലമാരോട് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അന്ന് നിർത്തിയാണ് പണി ആ വായിക്കൽ. അത്രയും മോശപ്പെട്ടതാണ്. എന്നാൽ എന്ത് ചെയ്തു? യൂസുഫ് നബി സുലൈഖയുമായി ശാരീരിക ബന്ധത്തിനൊരുങ്ങി. അങ്ങനെ പിതാവ് എന്ത് ചെയ്തു? കുറേ വിളിച്ചു, നിർത്തണറിഞ്ഞു, കേട്ടില്ല. അവസാനം ബാപ്പ എന്നിട്ട് നെഞ്ചൊത്തര അടിയണ്ട് കൊടുത്തു. അപ്പോൾ ഷഹ്വത്ത് വിരലിൻ്റെ കൂടെ പുറത്തേക്ക് പോയി. ബാക്കികൾ പറഞ്ഞാൽ മതി. ഇങ്ങനൊരു സംഗതി ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തഫ്സീറിൽ ഉണ്ടോ അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് സുലൈമാൻ നബിയെ കുറിച്ചാണ്, ഒന്ന് യൂസുഫ് നബിയെ കുറിച്ച്. ഇവരുടെയൊക്കെ വ്യക്തിത്വത്തെയാണ് ഇകഴ്ത്തി കാണിക്കുന്നത്. മൂന്നാമത്തേത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വറത്ത് പുത്രനായ സെയ്ദ് റളിയല്ലാഹുവിന് അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? മുഹമ്മദ് നബിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു താല്പര്യം, അവരെ വിവാഹം കഴിക്കണമെന്ന്. അപ്പം മനസ്സിലിങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ കൊണ്ടുനടന്നു. അങ്ങനെയാണ് ഒരു മഹബത്ത്.
നബി എന്ത് ചെയ്തു? സെയ്ദിൻ്റെ ഭാര്യയോട് മനസ്സിലൊരു ഇഷ്ടം അങ്ങനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെയ്ദിനെ കൊണ്ട് മൊഴി ചൊല്ലിപ്പിച്ച് റസൂലുള്ളാഹി വിവാഹം കഴിച്ചു എന്ന് പറയുന്ന പരാമർശം വീണ്ടും ചോദിക്കുന്നു, ഏതെങ്കിലും തഫ്സീറുകളുണ്ടോ? ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാണോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞത് ഇവിടെ ആരെയെങ്കിലും ഇകഴ്ത്താനോ തരം താഴ്ത്തി കാണിക്കാനോ അല്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വരെ എങ്ങനെയെന്നറിയില്ല, അബദ്ധവശാൽ കയറിയതാണോ, അബദ്ധം പറ്റിയതാണോ, മറ്റാരെങ്കിലും കടത്തിക്കൂടെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ, നിങ്ങളുടെ നേതാവായിരുന്ന അദ്ദേഹം അൽമനാറിൽ ഒരു പരമ്പര എഴുതിയിരുന്നു. എന്താ പരമ്പരയുടെ പേര്? തഫ്സീറുകളിലെ ഇസ്രായേലാത്തുകൾ. തഫ്സീറുകളിലെ ഇസ്രായേലാത്തുകൾ. അതിൽ കുറേ കാര്യം പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് മൊത്തം പോയിട്ടില്ല, ഒന്ന് രണ്ട് കാര്യം പോയിട്ട് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്, പോരായ്മകൾ വന്നിട്ടുണ്ട്, പ്രവാചകന്മാരോടും യോജിക്കാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ അംഗീകരിക്കണോ, സ്വീകരിക്കണോ? അതല്ല, അത് അവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ സംഭവിച്ചിരിക്കുന്ന അബദ്ധമാണെന്ന് കരുതി ഒഴിവാക്കണോ? അങ്ങനെയെങ്കിൽ ഏത് തഫ്സീറാണെങ്കിലും ഏത് ഗ്രന്ഥമാണെങ്കിലും അത് അന്ധമായി സ്വീകരിക്കാതെ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് നോക്കിയിട്ട് പ്രമാണങ്ങളുമായി യോജിക്കുമോ എന്ന് ഉറപ്പുവരുത്തി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ അത് ഹദീസ് നിഷേധമാവുമോ? ഉമർ മൗലവിയുടെ തഫ്സീർ എന്നാണ് കാര്യമായിട്ട് നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹദീസ് നിഷേധത്തിൻ്റെ എന്നൊക്കെ ചോദിച്ച സാധനം കണ്ടേൽ അത് ഞാൻ അതിലൊക്കെ ഒന്നും പോണില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, ഉമർ മൗലവിയുടെ തഫ്സീർ അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്, അതിൽ യാതൊരു അബദ്ധമില്ല, ഒക്കെ മൂപ്പര് സ്വന്തം ചെയ്തത് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു സംസാരം നടത്തിയിട്ടുണ്ട് ഇവിടെ. ആ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ മുബാർക്ക് ഇറക്കിയിരിക്കുന്ന ആ തഫ്സീറിൽ അതിൻ്റെ വായനക്ക് മുമ്പ് എന്നുള്ള പേജുണ്ട്. ആ പേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ വായിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം വായിക്കാം. അതിൽ ഭാഗം എന്താ അറിയോ? ആയത്തുകളുടെ അവതരണ പശ്ചാത്തലവും ഹദീസുകളും കുറച്ചേ ഉപ്പ ചേർത്തിരുന്നുള്ളൂ. ആയത്തുകളുടെ അവതരണ പശ്ചാത്തലവും ഹദീസുകളും കുറച്ചേ ഉപ്പ ചേർത്തിരുന്നുള്ളൂ. അത് നീ എഴുതി ചേർത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ആ ജോലി എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിർവഹിച്ചു. എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ്? സാക്ഷാൽ ഉമർ മൗലവിയുടെ മകൻ, നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ മുബാറക്ക് മദനി. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ഈ കാര്യം നേരിട്ട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താരോ, അതിൽ ആവശ്യമുള്ളതൊക്കെ എഴുതി ചേർക്കാൻ ബാപ്പ എനിക്ക് സമ്മതം തന്നാ അദ്ദേഹം നേരിട്ട് പറഞ്ഞു. ഇവിടെ എഴുതിയത് തന്നെയാണ്, ഏതാണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഉമർ മൗലവിയുടേതാണെന്ന് പറയാൻ കഴിയുമോ? അതോ ഇപ്പോഴത്തെ നിങ്ങളുടെ നേതാവ് കൂടിയായിരിക്കുന്ന മുബാറക്ക് മദനി എഴുതിണ്ടാക്കിയതാണോ? അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി ഉമർ മൗലവിയുടെ ഉറപ്പുള്ള കാര്യം പറഞ്ഞുതരാം. 999 ഈ കുനൂത്തുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നമ്മുടെ സെൽസബിയിൽ വന്നിരുന്നു, 2-3 ലക്കത്തിൽ. അതിലോ ലക്കത്തിൽ ചെറിയ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമുക്ക് പരിചയമില്ലാത്തൊരു പള്ളിയിൽ സുബഹ് ജമാഅത്തിൽ പങ്കെടുത്തു. അവിടെ ഇമാം കുനൂത്ത് ഓതി. നാം എന്തു ചെയ്യണം? ഞാൻ മറുപടി പറഞ്ഞു, അതിൽ പങ്കെടുക്കേണ്ട. ഇമാം കുനൂത്ത് ഓതി തീരുന്നത് വരെ അതിൽ പങ്കെടുക്കാതെ നിന്നിട്ട് ദിക്റോ തസ്ബീഹോ ദുആയോ വല്ലതും ചെയ്ത് ഇമാം സുജൂദിലേക്ക് പോകുമ്പോൾ കൂടെ പോയി അങ്ങനെ നമസ്കാരം പൂർത്തിയാക്കാം. ഇമാം കുനൂത്ത് ഓതാൻ തുടങ്ങിയപ്പോൾ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് ഒറ്റക്ക് നമസ്കരിച്ച് പൂർത്തിയാക്കാം. തീർന്നില്ല കേട്ടോ. വ്യക്തമായ ഒരു കൽപ്പന ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വന്തം ആലോചനയിൽ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ പ്രവർത്തിക്കാവുന്നതേയുള്ളൂ. ആ കുനൂത്തിൽ പങ്കെടുത്ത് നമസ്കാരം പൂർത്തിയാക്കുന്നതിനും വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് തെറ്റാണെന്നാണ് ഇപ്പോൾ പലരും വാദിക്കുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ കഴിയുകയുള്ളൂ. ആരാൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. കുനൂത്ത് ഓതാൻ പറ്റുമോ ഓതാൻ പറ്റില്ല, ഞാൻ ഫത്വ ഒന്നും ഇവിടെ പറയുന്നില്ല. ഉമർ മൗലവി പറഞ്ഞ സംഗതി ഇത്രയേ ഉള്ളൂ. എന്തായാലും ഫൈസൽ മുസ്ലിയാരുടെ ബുദ്ധി കൊണ്ട് ഉമർ മൗലവിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ.
അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അതിൽ ഈ ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എഴുതിയിരിക്കുന്ന കാര്യമാണത്. കുനൂത്ത് ഓതുന്ന പള്ളിക്കാരായാലും കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്ത് എന്ന തൻ്റെ കൃതിയിൽ ഒരു ഭാഗം, ആഭിചാരവും മന്ത്രവാദവും യഹൂദികളുടെ താവഴിയാണ്, നമ്മുടെ സമുദായത്തിലും അത് കടന്നുകൂടിയിരിക്കുന്നു, അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. ബാക്കി കേട്ടോളി. അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ഷിർക്ക് ഇതിൽ വന്നുകൂടുന്നു. അതുകൊണ്ടാണ് ആഭിചാരവും മന്ത്രവാദവും ഷിർക്കും കുഫറുമായി തീരുന്നത്. അപ്പോൾ ഇതിൽ ആഭിചാരവും മന്ത്രവാദവും ഒരു ഭാഗം. മറ്റെന്താ? അദൃശ്യമായ മാർഗത്തിൽ ഗുണവും ദോഷമൊക്കെ പ്രതീക്ഷിക്കലാണെന്ത്? ഷിർക്ക്. സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ ഏത് മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഏത് മാർഗത്തിലാണ്? ദൃശ്യമായ മാർഗത്തിലാണോ അദൃശ്യമായ മാർഗത്തിലാണോ? അങ്ങനെ പറഞ്ഞാൽ മതി. എന്നിട്ട് അത് ഷിർക്കാണോ കുഫറാണോ എന്ന് ആലോചിക്കാം. അത്രയും പറഞ്ഞുള്ളൂ. അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി. നമ്മൾ ഹദീസ് നിഷേധികളാണ് എന്ന് പറയാൻ, അത് സമർത്ഥിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ആവേശകരമായിരിക്കുന്ന ശ്രമത്തിനിടയിൽ പറഞ്ഞു പൊട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞു പെട്ടതിൽ ഒന്നാണിത്. മർക്കസ്തവ വിഭാഗം 3000 ഹദീസ് നിഷേധിക്കുന്നു. ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു സമ്മതിക്കൂല, അത് സമ്മതിക്കില്ല. ഏതാണ് ആ 3000 ഹദീസ് വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെ വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കാട്ടുകള്ളന്മാരെന്ന് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിസ്സാരല്ല കാര്യം, ഗൗരവമുള്ള വിഷയമാണ്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, ഹദീസ് നിഷേധികൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഹദീസ് നിഷേധത്തിനെ ചാപ്പകുത്തി അവരെ തകർക്കുവാനും അവരെ തല്ലി ഓടിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമം നിസ്സാരമല്ല, ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആ 3000 ഹദീസ് വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കാട്ടുകള്ളന്മാരെന്ന് വിളിക്കുന്നു. അപ്പൊ കഴിഞ്ഞ തവണ എന്ത് ചെയ്തു? ബലെ ഇന്ന കിതാബിൽ ഇത്ര ഹദീസ്, ഇന്ന കിതാബിൽ ഇത്ര ഹദീസ്, ഇന്ന ബാബിൽ ഇത്ര ഹദീസ്, ഇന്നാൾ ഉദ്ധരിച്ച ഇത്ര ഹദീസ്. ഞാൻ പറഞ്ഞു പറ്റൂല, പോരാ, ഇത് തരേണ്ട പണി ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ്. കാരണം നിങ്ങളാൾ പറഞ്ഞ്. അതിനാൽ എത്ര 3151 അത് കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണം 3151 അതിന് നീണ്ടു എന്നൊക്കെ പറയണ്ടേ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, പറയും. ആ 3151 ഹദീസ് അതോടെ വായിച്ച് കേൾപ്പിക്കാൻ വേണം. ഞാൻ പറഞ്ഞതിന് ഈ പ്രാവശ്യം പുതിയൊരു മറുപടി ഉണ്ട്, നോക്കാം. അത് കേട്ടോ, ആ രണ്ടാമത്തെ കേൾക്കുക. അതിനു പകരം ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ നൽകിയ പ്രതികരണം എന്താണോ കേട്ടോളൂ നിങ്ങൾ. ഈ 3151 എന്ന് നിങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്ന ഈ ഹദീസുകൾ പൂർണ്ണമായി വായിച്ചു കേൾപ്പിക്കണം. എന്നിട്ട് അതിൽ ഓരോന്നും ഈ പ്രസ്ഥാനം മൊത്തത്തിലോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ പണ്ഡിതന്മാരോ എവിടെയാണ്, എവിടെ വെച്ചാണ്, ഏത് പ്രസംഗത്തിലാണ് അല്ലെങ്കിൽ ഏത് എഴുത്തിലാണ് നിഷേധിച്ചത് എന്ന് കൃത്യമായി തെളിയിക്കണം. പ്രകടനങ്ങൾ ആ 3151 ഹദീസും ഓരോന്നും ഇവിടെ വായിച്ച് അർത്ഥം വെക്കണം. ഇതാണ് ഇപ്പൊ ഗണ്ണനം. അപ്പൊ ഏതായാലും വേറൊന്നും പറയാനില്ല എന്ന് ഉറപ്പാണ്. വേറൊന്നും പറയാനില്ല. കാരണം ഇതിപ്പോ ഏത് മനുഷ്യന്മാർക്ക് ഒരു ഹദീസ് വായിച്ച് അർത്ഥം വെക്കാൻ ഒരു 2 മിനിറ്റ് കൂട്ടിക്കോളി, 2 മിനിറ്റ്. അപ്പൊ 3150 ഹദീസ് അർത്ഥം വെക്കാൻ ഏതാണ്ട് 6302 മിനിറ്റ് ആവശ്യമുണ്ട്. അതിപ്പോൾ ഏതാണ്ട് ഗണ്ണത്തിൽ ചെയ്യുക പറ്റുന്ന ഉറപ്പല്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്താ പറയണ്ടേ? മനസ്സിലായോ? 3151 ഹദീസ് വായിച്ച അർത്ഥം പറയാൻ നമ്മളില്ല കേട്ടോ. അർത്ഥങ്ങൾ പറയണ്ട, നിങ്ങൾ അർത്ഥം പറയണ്ട, നിങ്ങൾ ഹദീസ് വായിച്ചാൽ മതി, അത്ര മതി. മൂപ്പര് വീണ്ടും കൊണ്ട് പറയാം, അർത്ഥം വായിക്കാം, അർത്ഥം പറയാൻ. അങ്ങനെ ഒരു ഹദീസ് വായിച്ച് അർത്ഥം പറയാൻ 2 മിനിറ്റ് ചുരുങ്ങിയത് കൂട്ടിയാൽ 6302 302 മിനിറ്റ് വേണം. ആവും. അതിപ്പോൾ ഇങ്ങനെ ഒരു കണ്ണന പ്രസംഗത്തിൽ നടക്കുവാന്ന് എന്താ ആൾക്കായി അതിനായിട്ടൊരു പരിപാടി വെച്ചാൽ ഞാനല്ല പറഞ്ഞേ, നിങ്ങളെ ഇതേയല്ലേ. ഒരാൾക്കെതിരെ ഒരാളെന്ത് ചെയ്തു? കോടതി ഇപ്പോൾ ഒരു കേസ് കൊടുത്തു. നിങ്ങളെ കൊടുക്കണ കള്ള കേസാവുമല്ലോ.
അപ്പോൾ പ്രതിക്കെതിരെ കുറേ കുറ്റങ്ങൾ ആ പിന്നെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കേസ് ഷീറ്റിൽ. ഇനി അവസാനം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആരാ കുറ്റപത്രം സമർപ്പിക്കേണ്ടത്? ആരാ? ഈ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആളാണോ അതല്ല വാദിയാണോ? ഇന്നതൊക്കെയാണ് ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് രേഖപ്പെടുത്തി സമർപ്പിക്കേണ്ടത് ആരാ? ആരാ സമർപ്പിക്കേണ്ടത്? ഇവർ വാദിയായി ചിത്രീകരിച്ചിരിക്കുന്ന ആളാണോ അതല്ല, അല്ല പ്രതിയായി ചിത്രീകരിച്ചിരിക്കുന്ന ആളാണോ അതല്ല വാദിയാണോ? ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന കള്ളാരോപണം, കല്ല് വെച്ച നുണ, ആ കല്ല് വെച്ച നുണകൾ നുണയല്ല എന്ന് പറയണമെങ്കിൽ, തെളിയിക്കണമെങ്കിൽ ആ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്, അത് ഞങ്ങൾക്കല്ല. നിങ്ങളെ തെളിയിച്ചേ പറ്റൂ. വീണ്ടും പറയുന്നു, ഈ 3151 ഹദീസുകൾ ഞങ്ങളോ ഞങ്ങളുടെ പണ്ഡിതന്മാരോ നേതാക്കന്മാരോ പ്രവർത്തകരോ എവിടെയാണ് പറഞ്ഞത്? എന്നാണ് പറഞ്ഞത്? എവിടെയാണ് നിഷേധിച്ചത്? എന്നാ നിഷേധിച്ചത്? അത് എഴുത്തിലൂടെയാണോ പ്രസംഗത്തിലൂടെയാണോ? അത് അറിയണമെങ്കിൽ ആദ്യം ഈ ഓരോ ഹദീസുകളും വായിച്ച് കേൾപ്പിച്ചേ മതിയാകൂ. നിങ്ങൾ ഓരോ പച്ച നുണകൾ തട്ടിവിട്ട് രക്ഷപ്പെടാൻ വിചാരിച്ചോ? ഇത് നിസ്സാരമായ വിഷയമല്ല, ഗൗരവതരമായ വിഷയമാണ്. ഗൗരവതരമായ വിഷയമാണ്. ഓരോ സംഗതികൾ, എന്തെങ്കിലും സംഗതി പറയുമ്പോഴേക്ക് അവിടെ 50 ഹദീസ് നിഷേധിച്ചു, 87 ഹദീസ് നിഷേധിച്ചു, 501 ഹദീസ് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു ബെല്ലും ബ്രേക്കുമില്ലാതെ ഈ ദുരാരോപണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ പിടിച്ചു കെട്ടുക ചെയ്യും. അതിൻ്റെ ഭാഗമാണത്. നിങ്ങളിത് ചെയ്തേ മതിയാകൂ. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രോഗ്രാം വെച്ചോളി. എന്നാ ബുദ്ധിമുട്ട്? ഇപ്പോഴല്ലേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പരിപാടി വെച്ച് എന്തിനായത്? CD ടവറാരോട് കരയാനും പിന്നെ പിഴിയാണ് എന്താ അല്ലേ? കാരണം എന്താ? CD ടവറാണ് നിങ്ങൾ പണ്ട് ഞങ്ങളെ കൂടെ നിന്നുകാണ്ട് മർക്കസ് ദേവക്കാരെ പിന്നെ പറയാൻ വേണ്ടി ഇറങ്ങി നടക്കാറല്ലേ, ഇപ്പം നിങ്ങൾ ഞങ്ങളെ കയ്യൊഴിഞ്ഞില്ലേ, അത് ശരിയായോ എന്ന് ചോദിക്കാനായിരുന്നു ആ പരിപാടി മൊത്തം. ഒരു 8 മണിക്കൂറിലേറണ്ട പരിപാടി, മനസ്സിലായല്ലോ? ആ മൊത്തം കേട്ടോക്കണ്ടി സംഗതി അതാണ്. CD ക്കാരോട് എന്താ പണ്ട് 2002 മർക്കസ് ദേവക്കാരെ പറയാൻ വേണ്ടി നിങ്ങളും നമ്മളെ കൂടെ ചെയ്യായിരുന്നോ, അത് നമ്മൾ നിങ്ങളെ കൂടെ അല്ലായിരുന്നോ? ഇങ്ങോട്ട് ഇപ്പം നിങ്ങൾ കൈ ഒഴിഞ്ഞ് നിങ്ങൾ വേറെ വൈക്ക് പോകാണില്ലേ? ഈ കരച്ചിലും പിടിച്ചിലായിരുന്നു ആ പരിപാടി കംപ്ലീറ്റ്. അതുപോലെയെങ്കിലും ഇവിടെ ഈ പരപ്പനങ്ങാടി ഓഡിറ്റോറിയം കിട്ടും, രാവിലെ തുടങ്ങിക്കോളി, സുബൈസ് കെച്ച് തുടങ്ങിക്കോളി, ഇങ്ങോട്ട് നേരം പാതിരാണ് വരെ പറയട്ടെ. 6002 മിനിറ്റ് അല്ല വേണ്ടേ? അത് ഞാൻ പറഞ്ഞ അർത്ഥം ഒഴിവാക്കി തന്നു. അപ്പോൾ 3001 മിനിറ്റ് മതി. 3150, 152, 51 മിനിറ്റ് മതി. പകുതി കുറച്ച് തന്ന് അർത്ഥം ഒഴിവാക്കി. അർത്ഥം വേണ്ട, നിങ്ങൾ ഹദീസ് വായിച്ചു തന്നാൽ മതി. അത് നിങ്ങൾ വായിച്ച് തന്നെ മതിയാവും. അല്ലാത്ത കാലത്തോളം നിങ്ങളുടെ മേൽ ഞങ്ങൾ കുത്താൻ പോകുന്ന ചാപ്പ കാട്ടുകള്ളന്മാർ തന്നെയാണ്. അത് വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഉത്തരവാദിത്തം നിർവഹിച്ചേ മതിയാവും. ഇനി മേലിൽ ആർക്കെതിരെയും ഇങ്ങനെയുള്ള കള്ളാരോപണങ്ങൾ, നുണപ്രചരണങ്ങൾ ആരോപിക്കുവാനും നിങ്ങൾക്ക് മനസ്സ് വരരുത്. ശരിക്ക് ചെയ്യേണ്ടെന്നറിയോ? 3000 ഹദീസ് വായിച്ചു കേൾപ്പിച്ചാൽ മാത്രം പോരാ. അതിലെ ഓരോ ഹദീസും ഒരു 3000 വട്ടം ഇമ്പോസ് ചെയ്തിരിക്കണം. കൊണ്ട് ഇമ്പോസ് ചെയ്തിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം ഗുരുതരമായിരിക്കുന്ന പാതക ചെയ്തുള്ളത് നിസ്സാരമായ സംഗതി ഒന്നല്ല. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും, അല്ലാതെ നിർവാഹമല്ല. അവസാനിപ്പിക്കുകയാണ്.